ശബരിമലയിൽ ഹെലിപ്പാഡിനുള്ള ആവശ്യം ശക്തമാക്കി പോലീസ്. അടിയന്തര ഘട്ടങ്ങളിൽ ഹെലികോപ്റ്റർ ഇറങ്ങാൻ അനുമതി ആവശ്യപ്പെട്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഉടൻ കത്ത് നൽകും. വനം വകുപ്പുമായി ഇക്കാര്യത്തിൽ പ്രാഥമിക ചർച്ചകൾ പോലീസ് നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. പെരിയാർക്കടുവ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ശബരിമല സന്നിധാനത്തും പരിസരത്തു നിന്നും പുറത്തേക്കെത്താൻ നിലവിൽ ആംബുലൻസ് മാത്രമാണ് ഏക വഴി. ഇതിനാകട്ടെ കഷ്ടിച്ച് 45 മിനിറ്റിന് മുകളിലെടുക്കും. അതിനാൽ തന്നെ മെഡിക്കൽ ആവശ്യങ്ങൾക്കുൾപ്പെടെ ഉപയോഗിക്കാൻ ലക്ഷ്യമിട്ടാണ് പാണ്ടിത്താവളത്തിന് സമീപത്തെ കുടിവെള്ള ടാങ്കറിന് മുകളിൽ ഹെലിപ്പാഡിന് സൗകര്യമൊരുക്കിയത്. എന്നാൽ വന്യജീവികളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്കുൾപ്പെടെ തകരാർ സംഭവിക്കുമെന്നും കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവികൾ പ്രകോപിതരാകാനിടയുണ്ടെന്നും ചൂണ്ടിക്കാട്ടി വനംവകുപ്പ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതി അനന്തമായി നീളുകയായിരുന്നു. നിലവിൽ ശരംകൊത്തിക്ക് സമീപമാണ് ഹെലിപ്പാഡ് സൗകര്യം നേരത്തെ ഒരുക്കിയിരുന്നത്. 1984 പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ശബരിമല സന്ദർശിക്കാൻ നിശ്ചയിച്ചതിന്റെ ഭാഗമായാണ് ശബരിമലയിൽ ആദ്യമായി ഹെലിപ്പാഡ് പണി കഴിപ്പിച്ചത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഹെലിപ്പാഡ് പുനർനവീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇതോടെയാണ് പാണ്ടിത്താവളത്തെ ഹെലിപ്പാഡിന് അനുമതി തേടിയുള്ള ആഭ്യന്തര വകുപ്പിന്റെ ചർച്ചകൾ സജീവമാകുന്നത്. 2017 പാണ്ടിത്താവളത്ത് വാട്ടർ ടാങ്കിന് മുകളിൽ ഹെലിപ്പാഡ് നിർമ്മിച്ചത്. പക്ഷേ നിർമ്മാണം പൂർത്തിയായ ശേഷം ഇതുവരെ ഹെലികോപ്റ്റർ ഇറക്കി പരിശോധന നടത്തിയിട്ടില്ലെന്നതാണ് പ്രധാന വസ്തുത. അതിനാൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ആവശ്യം കേന്ദ്രം അനുഭാവത്തോടെ എടുത്താൽ ഭാവിയിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള VVIPകൾക്ക് ശബരിമലയിലെത്താൻ സൗകര്യമേറും. അമൃത ന്യൂസ്, സന്നിധാനം.